നമ്മൾ പറഞ്ഞല്ലോ, ഞങ്ങൾ നിയമസഭയിൽ അതിനേക്കാൾ വലിയൊരു പ്രസൻറ്റേഷൻ നടത്താനില്ലല്ലോ. കേരളത്തിലെ ഏത് വിദൂര ഗ്രാമത്തിലും ഏത് മെറ്റീരിയൽ വേണമെങ്കിലും, ലഹരി മെറ്റീരിയൽ വേണമെങ്കിലും 10 മിനിറ്റിനും 15 മിനിറ്റിനും ഇടയിൽ അവൈലബിൾ ആണ്. അത്ര അവൈലബിലിറ്റിയാണ് കേരളത്തിൽ. ഈ ലഹരി മരുന്നിൻ്റെ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് അവിശ്വസനീയമായ സപ്ലൈ ചെയിനാണ് കേരളത്തിൽ. എല്ലാ ഭാഗങ്ങളിലേക്കും ഇത് പരന്നു കഴിഞ്ഞു. സാധാരണക്കാരിലേക്കും എല്ലാ രംഗങ്ങളിലും പ്രവർത്തിക്കുന്ന സിനിമ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന എല്ലായിടത്തേക്കും വ്യാപകമായി കഴിഞ്ഞു. ഗവൺമെൻറ് ചോദിച്ചാൽ പറയും ഞങ്ങൾ കേസെടുത്തതിൻ്റെ കണക്ക് പറയും. കേസെടുത്തതിൽ ഏറ്റവും കൂടുതൽ കേസെടുത്തേക്കണത് എന്തില്ല? ഈ വലിക്കുന്ന ആളുകൾക്കെതിരെയാണ് കേസെടുത്തേക്കുന്നത്. എന്നിട്ട് അപ്പം തന്നെ അവനെ ജാമ്യത്തിൽ വിടും. അവൻ ജാമ്യം ഇട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആദ്യം ഇത് മേടിച്ച് പിന്നെയും വലിക്കും. അല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് എൻഫോഴ്സ്മെൻറ്റാണ് പ്രധാനം. സപ്ലൈ ചെയിൻ പൊളിക്കണം. എവിടെ നിന്നാണ് കേരളത്തിലേക്ക് ഇത്രയും ഹ്യൂജ് ക്വാണ്ടിറ്റി വരുന്നത് അത് കണ്ടെത്തണം. ഞങ്ങൾ പറഞ്ഞല്ലോ 2 IG മാരെ ഏൽപ്പിക്കണം. ദക്ഷിണ മേഖലയെ ഉത്തര മേഖലയെ 10-30 കേസെടുത്തു കഴിഞ്ഞാൽ ഈ സപ്ലൈ ചെയിൻ എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് സപ്ലൈ ചെയിൻ എന്ന് മനസ്സിലായി അത് ബ്രേക്ക് ചെയ്യാതെ കേരളം രക്ഷപ്പെടില്ല. കേരളത്തെ ഇതൊക്കെ വാചകടിയാണ്. പിന്നെ എക്സൈസിൻ്റെയും പോലീസിൻ്റെ പണിയാണ് ബോധവൽക്കരണത്തിന് എന്തോരം സാമൂഹ്യ സംഘടനകൾ, മതസംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ട്. യുവജന സംഘടന അവരൊക്കെ ചെയ്യട്ടെ. എന്നിട്ട് ഇവരാണ് ബാനറും കെട്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ആകെ ഫോഴ്സിൽ തന്നെ ആൾ കുറവാണ്. അവരെ കൊണ്ട് ആളെ പിടിക്കാൻ പറ, ശരിക്കുള്ള ആളെ പിടിക്കാൻ പറ. മുഖ്യമന്ത്രി നടത്തിയ മീറ്റിങ്ങിലും ബോധവൽക്കരണം സെക്കൻഡ് പ്രയോറിറ്റിയാണ്. ബോധവൽക്കരിച്ചാലൊന്നും മാറുന്നില്ല. സാധനത്തിൻ്റെ അവൈലബിലിറ്റി ഇല്ലാതാക്കണം. ഇല്ലേ? ബോധവൽക്കരണം കേട്ടിട്ട് ആരെങ്കിലും ഇത് ഉപേക്ഷിച്ചാൽ നമ്മൾ ഭയപ്പെടുത്തുക എന്ന് വെച്ചാൽ ഇതിൻ്റെ അപകടത്തെക്കുറിച്ച് ഭയപ്പെടുത്തുക. ഇനിയുള്ള ആളുകൾ ഇതിൻ്റെ അകത്ത് പെടുത്താതിരിക്കുക. പിന്നെ പെട്ടുപോയവന് ഡി അഡിക്ഷൻ സെൻറ്ററും അങ്ങനെയുള്ള സംവിധാനങ്ങളും റീഹാബിലിറ്റേഷൻ സെൻറ്ററും ഒക്കെ തുടങ്ങി പെട്ടുപോയവന് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുക. അല്ലാതെ ഈ വാചക വടി കൊണ്ട് ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. പിന്നെ ഈ പൊളിറ്റിക്കൽ പേട്രണേജും അവസാനിപ്പിക്കണം.